ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സ്പൈസി ആയിട്ടുള്ള കൂട്ടാനാണിന്ന് വറുത്തരച്ച കടലക്കറി. ചെറിയ കടലയാണ്, കറുത്ത കടല എന്ന് പറയില്ലേ അത്. വെള്ളക്കടല കൊണ്ടും മസാലക്കറി ഉണ്ടാക്കാം. ഈ കൂട്ടാന് ഇങ്ങനത്തെ കടലയാകുമ്പോൾ കൂടുതൽ സ്വാദാണ്. നല്ലോണം കഴുകിയിട്ട് 7 മണിക്കൂർ കുതിർത്തി വെച്ച കടലയാണ്. ഇതിന് കുക്കറിൽ വേവിച്ചെടുക്കണം. വെള്ളക്കടലേക്കാളും കൂടുതൽ വേവുണ്ട് ഇങ്ങനത്തെ കടലയ്ക്ക്. കടല വേവണ സമയം കൊണ്ട് കൂട്ടാനിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ചെയ്യാം. 1/2 കിലോ കടല എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാം. കടല മുങ്ങണ പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 5 വിസിൽ കേൾക്കണം വരെ വേവിക്കാം. വലിയ സബോള 2 എണ്ണം നുറുക്കണം. ഇടത്തരം സബോളയാണെങ്കിൽ 3 എണ്ണം വേണ്ടി വരും. ഇത് വഴറ്റി അരയ്ക്കാനുള്ളതാണ്. നുറുക്കണതിന് ഭംഗി വേണമെന്നൊന്നുമില്ല. ഏകദേശം ഒരേ വലുപ്പത്തിൽ ആവാം. തക്കാളി 3 എണ്ണം നുറുക്കാം. നല്ലോണം പഴുത്ത ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ്. ഇതും വഴറ്റാനുള്ളതാണ്. അപ്പോൾ തക്കാളിയും സബോളയും നുറുക്കി കഴിഞ്ഞു. നല്ല കളറുള്ള തക്കാളിയാണ്. സബോളയും ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണവും 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമണം മാറി. ഇനി സബോള വഴറ്റാം. വെന്ത് സോഫ്റ്റ് ആവണം. ഇങ്ങനെ വഴറ്റി അരയ്ക്കുമ്പോൾ നല്ല ഗ്രേവി ആവും കൂട്ടാൻ. നിറം മാറിയിട്ടുണ്ട്, പച്ചമണമൊക്കെ പോയി. ഇനി തക്കാളി നുറുക്കിയതും കൂടി ചേർത്ത് വഴറ്റാം. തക്കാളിയും സബോളയും ഒരുമിച്ചിട്ടിട്ടും വഴറ്റാൻ വേണമെങ്കിൽ. ഇങ്ങനെ ആകുമ്പോൾ രണ്ടിനും കറക്റ്റ് വേവാവും. തക്കാളി കൂടുതൽ വെന്തു പോവില്ല. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറട്ടെ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 കപ്പ് നല്ലോണം നാളികേരം ചെറുകിയത് ചേർക്കാം. ഇടത്തരം വലുപ്പമുള്ള ഒരു നാളികേരം വേണം ഈ കൂട്ടാനിലേക്ക്. അതിൽ 1/4 മുറി ഇങ്ങനെ വറുക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കി കൊത്താക്കിയിട്ട് വറുത്തിടാനും. 1/2 കിലോ കടലയാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും വേണമല്ലോ. ഇപ്പോൾ പാകത്തിന് റോസ്റ്റായി. ബ്രൗൺ കളർ ആവണ്ട, ഇങ്ങനെ മതി. ഇനി പൊടികൾ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടി നേരത്തെ കടലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി പൊടി നല്ലോണം ചൂടാവണം. ലോ ഫ്ലെയിമിൽ തന്നെ മതി. മസാലയുടെയും നാളികേരത്തിൻ്റെയും റോസ്റ്റ് ആയിട്ടുള്ളൊരു മണം വരും. ഇങ്ങനെ പൊടികൾക്ക് പകരം മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും പിന്നെ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം അങ്ങനെയും റോസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇതാകുമ്പോൾ കൂടുതൽ എളുപ്പമാണ്. അത്രയേ ഉള്ളൂ. ഇനി ഇതും കൂടി ചൂടാറട്ടെ. ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളിയൊക്കെ വഴറ്റിയത് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ല, പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് എടുക്കാം. ഇനി വറുത്ത നാളികേരവും സ്പൈസസും കൂടി അരയ്ക്കാം. വെവ്വേറെ അരയ്ക്കുമ്പോൾ നാളികേരം നല്ലോണം അരഞ്ഞ് പേസ്റ്റ് പോലെയാവും. എങ്ങനെയായാലും നല്ലോണം അരഞ്ഞ് കിട്ടണം. 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇപ്പോൾ ഇതാ അരഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് സബോള, തക്കാളി അരച്ചത്, 1 തണ്ട് കറിവേപ്പില, ഒരു മണത്തിനാണ്, നാളികേരം അരച്ചത് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ തിക്ക് ഗ്രേവിയാണ്. നേരത്തെ റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് കൂടുതൽ നേരം തിളയ്ക്കണമെന്നില്ല. ഇനി കടല വേവിച്ചത്, വേവിക്കാൻ ഒഴിച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇതും കൂട്ടാനിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കണം. ചിലർ അരക്കണയിലേക്ക് കുറച്ച് കടലമണി ചേർക്കും. നാളികേരം അരയ്ക്കുമ്പോൾ ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ സബോള അരച്ചതും നാളികേരം വറുത്തരച്ചതും ഒക്കെ ഉള്ളതുകൊണ്ട് തിക്ക് ഗ്രേവി തന്നെയാവും നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കി വരുമ്പോൾ. അതുകൊണ്ട് കടല അരക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ നല്ല കട്ടിയുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. കടലിലേക്ക് പിടിക്കണം സ്പൈസസ് ഒക്കെ. 3-4 മിനിറ്റ് തിളക്കേണ്ടി വരും, മീഡിയം ഫ്ലെയിമിൽ. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാകത്തിന് കുറുകിയതാണിപ്പോൾ. ഹോട്ടലിൽ സാധാരണ കോൺഫ്ലോർ ചേർക്കും ഗ്രേവിക്ക് കട്ടി കൂടാൻ. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ കോൺഫ്ലോർ ഒന്നും ചേർക്കണ്ട, സ്വാദും കൂടുതലുണ്ടാവും.
1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ എരിവ് പാകമായിട്ടുണ്ടാവും. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് എരിവൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നല്ലോണം തിളച്ച് കഴിഞ്ഞു. കടലയിലേക്ക് എല്ലാ ഫ്ലേവറും അബ്സോർബ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് മാറ്റാം. നാളികേരക്കൊത്ത് വറുത്തെടുക്കാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 3/4 മുറി നാളികേരം ഇങ്ങനെ കുത്തുകളാക്കി വെച്ചതാണ്. കൂട്ടാനിൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും ഫ്രൈ ആക്കിയ നാളികേരക്കൊത്ത്. ഇത് ചേർക്കാം. കൂട്ടാനിലേക്ക് ഒഴിക്കാതെ ഇനി കടുകും കൂടി വറുത്തിടവേണ്ടു. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് നല്ലോണം പൊട്ടി 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതും കൂടി കൂട്ടാനിലേക്ക് ഒഴിക്കാം. നല്ല മണമാണ്. മസാലയുടെയും നാളികേരം വറുത്തരച്ചതിൻ്റെയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു മണമാണ്. പുട്ട്, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, നാൻ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റും. റിച്ച് ഗ്രേവി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി. ഇഷ്ടമായ ഓർത്ത് കിച്ചൻ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.